എല്ലാ കാലത്തും രാഷ്ട്രീയപരമായി സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് തമിഴ്നാട് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന് അത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനങ്ങളും കാലാകാലങ്ങളായി മാറി വന്ന UDF ആവട്ടെ LDF ആവട്ടെ അതൊന്നും സാധിച്ചിട്ടില്ല. അത് ഭരണപരമായ ഒരു പരാജയം തന്നെയായി കണക്കാക്കാൻ കഴിയില്ലേ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഈ ഒരു വിഷയം, ഈ മുല്ലപ്പെരിയാർ വിഷയത്തെപ്പറ്റി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നത് അവർക്ക് വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ഒരാവശ്യകതയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്ന ഒരു സമയത്ത് ജനങ്ങൾക്കുള്ള ആശങ്ക മാറ്റുന്നതിനോ അല്ലെങ്കിൽ ആശങ്കയിൽ പങ്കെടുത്തുകൊണ്ടോ കുറച്ച് നാളത്തേക്ക് ഈ ചർച്ച കൊണ്ടുവരിക, പിന്നീട് ഇത് സാവധാനം കെട്ടടങ്ങുക, അതാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഉള്ള വികാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ ആ വിഷയത്തെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിരന്തരം ആ വിഷയത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ചർച്ച നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വന്നുകൂടായികയില്ല. ഈ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും മാറ്റിമറിയത്തക്ക രീതിയിൽ ഏകദേശം ഒരു ദിവസം നല്ല രീതിയിൽ മഴ പെയ്ത് ഒരു വൃഷ്ടിപ്രദേശത്ത് മറ്റു രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരികയും ആ വെള്ളം ഒരുപക്ഷെ ആ ഡാമിൽ നിറയുകയും ആ ഡാമിന് ബലക്ഷയമുണ്ടാവുകയും അവിടെ നിന്ന് ആ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ ആ ജനങ്ങൾക്ക് എങ്ങനെയാണത് ദോഷം സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദോഷം സംഭവിച്ചാൽ കേരളത്തിന് അത് അതിജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ കേരളം രണ്ടായി മാറും, അത് ഉറപ്പാണ്. അങ്ങനെ ഒരു വെള്ളം ഒഴുകി വരികയും 45 മിനിറ്റ് കൊണ്ട് അത് ഇടുക്കിയിൽ വരികയും അവിടെ ആ മലവെള്ളപ്പാച്ചിൽ കൊണ്ട് മറ്റ് മരങ്ങളും എല്ലാം ഒഴുകി വന്ന് ആ ഡാമിന് ഒരു എന്തെങ്കിലും ഒന്ന് പറ്റുകയും അത് കേരളത്തിലെ 6 ജില്ലകളിലൂടെ ഒഴുകി പോവുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ വയനാട്ടിലെ കൂട്ടൊരു ചർച്ച കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കും? അങ്ങനെ അതിജീവിക്കാൻ പറ്റുമോ? അങ്ങനെ അതിജീവിച്ചാൽ പിന്നീട് ഈ കേരളം നിലനിൽക്കുമോ? കേരളത്തിന് ഈ അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുമോ? ആ ഒരു ചർച്ച നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും ആ ഒരു ചർച്ചയെ അതിൻ്റെ രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ കേരളത്തിലെ മൊത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളുമായും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും ചർച്ച ചെയ്യുകയും ആ ഒരു പൊതുവികാരത്തെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുവാനും കഴിയുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പങ്ക് ഉറപ്പാക്കാനും കഴിയണം. ഇങ്ങനെ വെള്ളം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുവാൻ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും എതിരല്ല, ഒരു വ്യക്തി പോലും എതിരല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ തമിഴ്നാട്ട് സർക്കാരിനും കേരള സർക്കാരിനും കേന്ദ്രത്തിനും സുപ്രീം കോടതിക്കും എല്ലാ നിയമങ്ങൾക്കും അതീതമായി നിന്നുകൊണ്ട് സംരക്ഷിക്കുവാനും അവിടെ ഭീതി ഒഴിവാക്കുവാനും കഴിയണം. ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, സന്തോഷ് കുമാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ കൃഷി, അവർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക, ഈ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. വികാരപരമായി ഇത് മുതലെടുത്ത് തമിഴ് ജനതയുടെ വികാരങ്ങൾ മുതലെടുത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി വോട്ട് സമാഹരിക്കുക. മുല്ലപ്പെരിയാർ ഞങ്ങളുടെ കാലത്താണ് ഈ ഡാം പുനർനിർമ്മിച്ചത്, ജനങ്ങളുടെ സംരക്ഷണം ഞങ്ങളാണ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ മുതലെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക.